കലണ്ടർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ പ്രശ്നമുണ്ടല്ലോ. അല്ല, എന്ത് പ്രശ്നമാണ് സാർ? പറയാം. മണിയമ്പല രാജചേട്ടന്റെ ഭാര്യയായിട്ടാണ് അതിൽ അഭിനയിക്കാൻ പോയത്. മണിയമ്പല രാജചേട്ടനെ എന്റെ കാറെ കയറ്റി വിട്ടു. ഞാൻ വണ്ടി ഓടിച്ച് ലൊക്കേഷനിലോട്ട് പോണു. ഈ സമയത്ത് പുള്ളിക്കാരൻ എന്നോട് പരിചയപ്പെടുന്നു, ചോദിക്കുന്നു, പേരൊക്കെ ചോദിക്കുന്നു. ഹസ്ബൻഡ് എവിടെ? ഗൾഫിലാണ്. അപ്പൊ പതുക്കെ ട്രാക്കിലോട്ട് കയറുന്നു. കാലം പിടിച്ച് ഞാൻ പറഞ്ഞതാ, ഒരു 5 എണ്ണത്തിന് എന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ തനിയെ ജീവിക്കും, എന്ത് ചെയ്യും? ഇങ്ങനെ ആണ് അത് കുട്ടിക്കാനം. റോഡൊന്നും വളരെ മോശമായിട്ട് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മൾ ഇഞ്ചിന് തവിട് കൂടി. മീനു എന്ത് ചെയ്യും? ഇതെന്നാലും കഷ്ടമല്ലേ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന തനിയെ എന്നപ്പോൾ ഞാൻ പറഞ്ഞു, രാജേട്ടാ നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഇന്നിപ്പം ടെക്നോളജീസ് ഒക്കെ വളരെ വലുതായിട്ടുണ്ട് കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അപ്പൂപ്പൻ ശങ്കു അലുവാങ്കു ആ പാതാള കൈയെടുത്ത് അങ്ങോട്ട് ചെന്നോട്. ഗൾഫുകാരുടെ ഭാര്യമാർ ഇങ്ങനെ സെക്സിന് വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നെന്ന് വിചാരിക്കരുത്. ഗൾഫുകാരുടെ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് പല സാധനങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇത്ര അറിഞ്ഞാൽ മതി. ഈ പരിപ്പോടൊക്കൊന്നും പണ്ടത്തെ പോലത്തെ ടേസ്റ്റ് ഇല്ലല്ലേ? ചാൻസ് തരാൻ ആൾക്കാർ റെഡിയാ. ബെഡ് ഷെയർ ചെയ്യുവാണെങ്കിൽ അത് പേടിയുണ്ടെങ്കിൽ ഞാനും കൂടി വരാം. ചാൻസ് കിട്ടാതിരിക്കുമ്പോൾ അതിൻ്റെ ദേഷ്യമാണെന്ന്. ശരിക്കും അത് റിവേഴ്സ് അടിക്കാം. പുള്ളിക്കാരൻ്റെ ആഗ്രഹം നടന്നില്ല. കുറെ PS എഴുതുമ്പോഴാണല്ലോ ഒരു ജോലി കിട്ടുക. ക്യാമറയുടെ പുറകിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചത് പുള്ളിയുടെ തെറ്റ്. ഇതെന്താണോ പുറത്ത് വേറൊരു പുരാണ നാടകം?